ഓണവുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഓണസദ്യയുണ്ട്, ഓണക്കളികളുണ്ട്, ഓണപരീക്ഷയുണ്ട്, ഓണത്തല്ലുണ്ട്, അങ്ങനെ എല്ലാം ഉള്ള ഒരു സംഗതിയാണ് ഓണമല്ല. മലയാളികളുടെ എല്ലാ ദൈനംദിന സംഗതികളെയും കൂട്ടിച്ചേർക്കുന്ന ഒരു ആഘോഷം കൂടിയാണ് ഓണം. അത്തരം ഒരു ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി ഗ്രേറ്ററിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരൊക്കെ ഇന്നിവിടെ എത്തിയേർന്നിരിക്കുന്നത്. വീടാണ് വർഷം സെക്രട്ടറി എന്ന നിലയിൽ നല്ല രീതിയിൽ നയിച്ച റോട്ടറിയനാണ്. ഇത്തവണ ട്രഷറർ എന്ന നിലയിൽ നല്ല രീതിയിൽ നയിച്ചുകൊണ്ടേയിരിക്കുന്ന റോട്ടറിയനാണ്. ഏത് സ്ഥാനത്ത് ഉണ്ട് എന്നുള്ളതല്ല, എപ്പോഴും റോട്ടറി വിഭാവനം ചെയ്യുന്ന സർവീസ് അബോവ് സെൽഫ് എന്ന് പറയുന്ന മഹത്തായ സന്ദേശം, അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുന്ന വിവേകം എന്ന് നമ്മൾ പറയാറുണ്ട്. അത്തരം ചുറ്റുമുള്ള ജീവിത പരിസരങ്ങളിൽ ഉള്ള ആളുകളുമായി ചേർന്ന് ജീവിതമെന്നാൽ സഹജീവിതമാണെന്ന മനോഹരമായ ഒരു സങ്കല്പത്തെ വ്യക്തി ജീവിതത്തിൽ കൃത്യമായി പാലിക്കുവാൻ ശ്രദ്ധിക്കുന്ന, ഇടപെടുന്ന വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട റോട്ടറിയൻ ലോബി വിദ്യാർത്ഥി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചിട്ട് വർഷങ്ങൾ പലതായി. റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി ഗ്രേറ്ററിൽ അദ്ദേഹം വന്നു ചേർന്ന നാൾ മുതൽ ഈ ഓണാഘോഷ വേളയിൽ ക്ലബിലെ അംഗങ്ങളുമായി ചേർന്ന് താൻ ജീവിക്കുന്ന ഇടങ്ങളിലെ മനുഷ്യരുമായിട്ട് ഓണം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം ചില സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത്തരം സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ഞങ്ങളുടെ ക്ലബിലെ അംഗങ്ങൾ പലവട്ടം ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഓണക്കാലത്തെ ഒത്തൊരുമയിൽ കൂട്ടായ്മയിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ക്ലബിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് റോട്ടറിയൻ MDHF ജിൻസി റോജസ് ആണ്. നമ്മുടെ ആലപ്പുഴയുടെ പ്രിയങ്കരനായ MLA ഒരുപാട് സംഘടനാ പ്രവർത്തനം നടത്തി, ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ നിരവധി കാലം പ്രവർത്തിച്ച്, നിരവധി സംഘടനകളിൽ പ്രവർത്തിച്ച്, ഒടുവിൽ മുനിസിപ്പൽ ചെയർമാനായും പിന്നെ ഇപ്പോൾ ആലപ്പുഴയുടെ പ്രിയപ്പെട്ട MLA ആയി മാറിയിരിക്കുന്ന ശ്രീ PP ചിത്രരഞ്ജനെ, നിങ്ങളുടെ പ്രിയപ്പെട്ട MLA, നമ്മുടെ പ്രിയപ്പെട്ട MLA, എല്ലാവർക്കും വേണ്ടി സ്വാഗതം. ഇവിടെ നമ്മൾ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു. വലിയ പ്രളയത്തെ നേരിട്ടു, കോവിഡിനെ നേരിട്ടു. ഇപ്പോൾ നമ്മുടെ 500ഓളം മനുഷ്യ സഹോദരങ്ങളുടെ ജീവൻ ഉരുൾപൊട്ടൽ കവർന്നുപോയി. പക്ഷേ അവശേഷിക്കുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ നമ്മൾ ഒന്നിച്ചു നിൽക്കുക, അതിനുള്ള പ്രവർത്തനം നടക്കുക. ഈ ജീവകാരുണ്യപരമായ, ഈ മനുഷ്യത്വപൂർണമായ ഇടപെടലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തിൽ